തന്നെ പുറത്താക്കിയെന്ന് പറയാൻ ജോസ് കെ മാണിക്ക് നട്ടലില്ലേ എന്ന് മുതിർന്ന നേതാവ് പ്രൊഫസർ PM മാത്യു. തനിക്കൊരു നോട്ടീസ് പോലും നൽകാതെ പുറത്താക്കിയെന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണെന്ന് PM മാത്യു ന്യൂസ് 18നോട് പറഞ്ഞു. ഇത്തവണ തോമസ് ചാഴിക്കാടന് വോട്ട് ചെയ്യില്ല എന്ന് സ്റ്റീഫൻ ജോർജ് തന്നോട് പറഞ്ഞതായും PM മാത്യു ആരോപിക്കുന്നു. കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗമായിരുന്ന പ്രൊഫസർ PM മാത്യു UDFന്റെ തെരഞ്ഞെടുപ്പ് കുടുംബയോഗത്തിൽ അല്ലെങ്കിൽ പരിപാടിയിൽ പങ്കെടുത്തത് വിവാദമായിരുന്നു. എന്നാൽ PM മാത്യുവിനെ നേരത്തെ തന്നെ പുറത്താക്കിയതാണെന്നാണ് കേരള കോൺഗ്രസ് എം വിശദീകരിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ PM മാത്യുവിന് പറയാനുള്ളത്? എന്നോടൊപ്പം അദ്ദേഹം ചേരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു വസ്തുത എന്താണ്? താങ്കൾ നേരത്തെ പുറത്താണെന്നാണ് പറയുന്നത്. അത് പറയാൻ ഈ നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴനാല് പോലും ഇല്ലാത്ത സ്റ്റീഫൻ ജോർജിനെ പറ്റിയുള്ളൂ. 9 മാസം മുമ്പ് പുറത്താക്കിയെന്ന് പറയാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് അദ്ദേഹം തന്നെ പറഞ്ഞതനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത് ജോസ് കെ മാണിയാണ്. ജോസ് കെ മാണി പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിലും ഈ സകല മാധ്യമങ്ങളിലും പത്രങ്ങളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ PM മാത്യു ഉന്നതാധികാര സമിതി അംഗമാണ്. എനിക്ക് ഇന്ന് വരെ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു അച്ചടക്ക ലംഘനത്തിന് ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല. ഒരു തരത്തിലും വ്യക്തിപരമായി പോലും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്നാലും പറഞ്ഞിട്ടില്ല. പാലായിൽ ചാഴികാടൻ പരസ്യമായി അപമാനിക്കപ്പെട്ട സമയത്ത് പാർട്ടിയുടെ ഏറ്റവും സീനിയറായ ഒരാളെന്നുള്ള നിലയിൽ, സീനിയറെന്ന് ഞാൻ പറയുമ്പോൾ 1967 ഞാൻ KM മാണിയും രാഷ്ട്രപതി നാരായണനും പഠിച്ച സ്കൂളിൻ്റെ ലീഡറായി തുടങ്ങിയതാണ്. ഇപ്പോൾ 57 കൊല്ലമായി. ഈ 57 കൊല്ലത്തിനിടയ്ക്ക് 4 തെരഞ്ഞെടുപ്പ് മത്സരിച്ച ആളാണ് ഞാൻ. ഇന്ന് വരെ UDFകാരോ UDFിലെ ഏതെങ്കിലും കക്ഷികളോ LDFിലെ കക്ഷികളോ ഒന്നും എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് പൊടുന്നനമേ ഇത്ര പെട്ടെന്ന് ഞാനൊരു മീറ്റിങ്ങിൽ പങ്കെടുത്ത് പ്രസംഗിച്ചറിഞ്ഞപ്പോൾ 9 മാസം മുമ്പ് പൂർത്തിയാക്കി എന്ന് പറയണമെങ്കിൽ എന്തോ ഒരു വിവരദോഷമാണ്. ഈ പറഞ്ഞ സ്റ്റീഫൻ ജോർജിനെ അച്ചടക്ക ലംഘനത്തിന് KM മാണി നിർദ്ദേശപ്രകാരം 1987 ആദ്യം ഞാൻ പുറത്താക്കിയതാണ്. കാര്യം എന്താ വെച്ചാൽ കാണക്കാരി സർവീസ് സഹകരണ ബാങ്കിൽ മുന്നണിക്കെതിരെ റിബലായി നിന്ന് മുന്നണിയെ തോൽപ്പിച്ച് സ്റ്റീഫനും തോറ്റ ശേഷം അവിടെയുള്ളവർ ഒന്നടങ്കം പറഞ്ഞു ഇനി പാർട്ടി സ്റ്റീഫനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അവസാനം KM മാണി സാർ പറഞ്ഞു, പുറത്താക്കാൻ പറഞ്ഞു. 57 ഞാൻ പുറത്താക്കിയതാണ്, പുറത്തു പോയി. പിന്നെ 2021 കഴിഞ്ഞ് 2006 അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായി നിന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് 2001 വോട്ടിന് പരാജയപ്പെട്ടു കടുത്തുരുത്തിയിൽ. വീണ്ടും ഇടതുപക്ഷത്ത് അദ്ദേഹം പോയി. 2011 മത്സരിച്ച് മോൻസിനോട് 27,000 വോട്ടിന് തോറ്റു. വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് 3ാം പ്രാവശ്യവും തോറ്റു. അദ്ദേഹം 3 തോൽവിയും കഴിഞ്ഞ് ജോസ് കെ മാണിയുടെ കാല് പിടിച്ചൊരു കോർപ്പറേഷൻ മേടിച്ച്, അത് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനാണ്. ഈ കേരളത്തിൽ എവിടെയെങ്കിലും, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയുടെ ഏതെങ്കിലും ഏരിയയിൽ ഒരു ന്യൂനപക്ഷ വിദ്യാർത്ഥിക്ക് ഒരു ആനുകൂല്യം കൊടുത്തായിട്ടില്ല. അദ്ദേഹത്തിന് അധികാരം വേണം, അതിന് അദ്ദേഹത്തിന് ഏത് ചെയ്യാവുന്ന പണിയും ചെയ്യും. അതിലുപരി തോമസ് ചാഴികാടൻ, ബാബു ചാഴികാടൻ മരിച്ച ശേഷം ബാബുവിനെ ബാബുവാക്കി കൊണ്ടുവന്ന് ഞാനാണ്. ഞാൻ പഠിച്ച കോളേജിൽ അദ്ദേഹത്തിൻ്റെ പേര് ബാബു സുരേഖ് എന്നായിരുന്നു. അദ്ദേഹത്തിന് ബാബു സുരേഖ് എന്നുള്ള മാറ്റി ബാബു സിക്ക് പകരം ബാബു ചാഴികാടൻ എന്നാക്കിയത് ഞാനാണ്. അന്നും ഇന്നും പേര് അങ്ങനെ മാറിക്കിടക്കുക. തോമസ് സുരേഖ് എന്നായിരുന്നു ചാഴികാടൻ്റെ പേര്. അതും തോമസ് ചാഴികാടൻ എന്നാക്കി. ആ ഇലക്ഷന് 800 വോട്ടിന് ജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഏജൻറ്റ് ഞാനായിരുന്നു. ഇതാ മരിച്ച ബാബുവിനും അറിയാം, ബാബുവിൻ്റെ അമ്മയ്ക്കും അറിയാം, ഇതൊക്കെ അറിയാം. പക്ഷെ ആ സീറ്റ് സ്റ്റീവന് കൊടുത്തില്ല എന്ന് പറഞ്ഞ് സ്റ്റീവൻ പരസ്യമായി ജ്ഞാനായ സമുദായത്തിനും അല്ലാതെയും തോമസ് ചാഴികാടനെതിരെ ഏറ്റുവായൊരു പ്രചരണം നടത്തി. തെരഞ്ഞെടുപ്പ് സമാപന ദിവസം തോമസ് ചാഴികാടൻ്റെ പ്രവർത്തകർ ഏറ്റുമാനൂർ നടുക്കവലയിലിട്ട് സ്റ്റീവൻ്റെ ഷർട്ട് വലിച്ചു കീറി അടി കൊടുത്തപ്പോൾ ഓടിച്ചെന്ന് രക്ഷപ്പെടുത്ത KM മാണി സാറും ഞാനും കൂടിയാണ്. അപ്പം സ്റ്റീവൻ്റെ ചരിത്രം അതാണ്. ആ പാർട്ടിയിൽ വേറെ ആർക്കും അത് പറയാം. 20 ജനറൽ സെക്രട്ടറിമാരുണ്ട്, 3 വൈസ് ചെയർമാന്മാരുണ്ട്, മന്ത്രിയുണ്ട്. ആർക്കും പറയാനുള്ള നാവ് പൊങ്ങിയില്ല. PM മാത്യുവിനെ 9 മാസം മുമ്പ് പുറത്താക്കണം. അത് ഇന്ന് ആദ്യമായി ചരിത്രം കേൾക്കുന്നു. യഥാർത്ഥത്തിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയായിരിക്കും അങ്ങനെ പറയാൻ. അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിപരമായ വൈരാഗ്യം എന്നാണോ താങ്കളുടെ ഒരു ഫീൽ? അല്ല, അത് വ്യക്തിപരമല്ല. വേറെ ആർക്കും അത്രയും വലിയ ഒരു പച്ചക്കള്ളം
പറയാൻ എനിക്കെതിരെ പറയാൻ നാവ് പൊങ്ങില്ല. അവർക്ക് മനസാക്ഷിയുടെ കടിയുണ്ട്. അവർ പറഞ്ഞില്ല. ഓഫീസുകാരെന്ന് പറഞ്ഞാൽ ഓഫീസിലെ കാര്യം നോക്കാനാണ്. സ്റ്റീവനൊക്കെ സീനിയേഴ്സായ ജനറൽ സെക്രട്ടറിമാർ അതിനകത്തുണ്ട്. അപ്പം സ്റ്റീവൻ അത് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇത് ചെയ്യിച്ചതിൻ്റെ പുറകിൽ വേറെ ആരുമല്ല, ജോസ് കെ മാണി തന്നെയാണ്. ഈ സാധാരണ പുറത്താക്കുമ്പോൾ കത്ത് എങ്ങനെയാണ് പാർട്ടിയുടെ ഒരു ഭരണഘടനയിൽ ആ നേതാവിനെ അറിയിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ രീതികൾ? ഒരാളെ ഒരു പാർട്ടിയിൽ നിന്ന് ഉന്നതാധികാര സമിതി അംഗമല്ല, അതിൻ്റെ താഴെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട്, അതിൻ്റെ താഴെ സെക്രട്ടേറിയറ്റ് ഉണ്ട്, അതിൻ്റെ താഴെ എക്സിക്യൂട്ടീവ് ഉണ്ട്, അതിൻ്റെ താഴെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്. ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറെ പോലും പുറത്താക്കണമെങ്കിൽ കമ്മിറ്റി കൂടി, ഉന്നതാധികാര സമിതി കൂടി, സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി അതിൻ്റെ തീരുമാനമെടുത്ത് എന്ത് അച്ചടക്കലംഘനം കാണിച്ചോ എന്നറിഞ്ഞ് ആ മെമ്പർക്ക് നോട്ടീസ് കൊടുക്കണം. നോട്ടീസിന് മറുപടി മേടിക്കണം. എന്നിട്ട് അത് കൂട്ടായി ചർച്ച ചെയ്യണം. ആ ചർച്ച ഒന്നും ഇവിടെ ഒരു സ്ഥലത്ത് നടന്നിട്ടില്ല. ഞാൻ ഒരു തെറ്റ് ചെയ്യുന്ന ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ ഇന്ന് വരെ എനിക്കൊരു നോട്ടീസ് കിട്ടിയിട്ടില്ല. ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിരിക്കുന്ന രേഖകൾ മുഴുവൻ എൻ്റെ പേരോടെ കിടക്കുന്നു. കമ്മിറ്റികളിൽ ഞാൻ പങ്കെടുത്ത് ഞാൻ ഒപ്പിട്ട രേഖകളോടെ കിടക്കുന്നു. ആ രേഖകൾ ഞാനിപ്പോൾ ഒരു കേസ് കൊടുത്തിട്ട് കമ്മീഷന് കൊടുത്തിട്ട് എടുപ്പിച്ചാൽ ഇയാളീ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് വരികയില്ലേ? അപ്പം ഈ 9 മാസം എന്തിനാണ്? പാർട്ടി ചെയർമാന് കെ എം മാണിയുടെ മകൻ ഒരാളെ പുറത്താക്കണമെങ്കിൽ നേരെ അങ്ങ് പറഞ്ഞാൽ പോരെ, ഇന്നയാളെ ഞാൻ പുറത്താക്കിയാൽ ജോസ് കെ മാണിക്ക് നട്ടില്ലേ?